പ്രത്യാശയേറിടുന്നേ, സന്തോഷം വർദ്ധിക്കുന്നേ, രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. പ്രത്യാശയേറിടുന്നേ, സന്തോഷം വർദ്ധിക്കുന്നേ, രാജൻ വരവതോർക്കുമ്പോ ും കാണുന്നേ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. വന്നിടും യേശുരാജൻ, തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. വന്നിടും യേശുരാജൻ, തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഥാസ്ഥാനപ്പെടുവീൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടകയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. സ്തോത്രം. യേശുവിൻ്റെ കൂടെ നടന്നവർ യേശുവിനെ വിട്ടാൽ ഒന്നും പിടിക്കുകയില്ല. നിങ്ങൾക്കൊരിടത്തും രക്ഷ കിട്ടുകയില്ല. ഒരിടത്തും നിങ്ങൾക്ക് ഒരു ഉയർച്ച കിട്ടുകയില്ല. യേശുവിൻ്റെ കൂടെ നടക്കാൻ നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചവരാണോ? നിങ്ങൾ യേശുവിനെ വിട്ട് മാറിപ്പോയാൽ, നിങ്ങൾ പിന്മാറിപ്പോയാൽ കടുത്ത ശിക്ഷ നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. ഒന്നും പിടിച്ചില്ല. ആ രാത്രി മുഴുവൻ ഇവർ 7 പേരും അധ്വാനിക്കുകയാണ്. ഗലീൽ കടലിൽ അധ്വാനിക്കുകയാണ്. അവിടെ ഗലീൽ കടലിൻ്റെ ആ ഭാഗത്തിൻ്റെ പേര് തിബരിയസ് കടൽ എന്നാണ്. തിബരിയാസ് എന്നോ ഗന്നേസരത്തെന്നോ ഗലീല കടലെന്നോ പറയുന്നതെല്ലാം ഒരേ ഒരു തടാകത്തിൻ്റെ ഫലഭാഗങ്ങളാണ്. തിബരിയാസ് കടലിലേക്ക് അവർ വല വീശാനായിട്ട് പോയി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. ഇപ്പോഴും ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇത്രയും കാലത്തെ അധ്വാനം കൊണ്ടൊന്നും പിടിക്കാത്തവരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒന്നും നേടിയില്ല. അഥവാ അപ്പനായിട്ടുണ്ടാക്കി വെച്ചിരുന്ന ചിലതെല്ലാം കളയുകയും ചെയ്തു. അപ്പൻ്റെ കാലത്ത് അപ്പൻ്റെ അപ്പനോ സമ്പാദിച്ച ചിലതെല്ലാം കളയുകയും ചെയ്തു. പൂർവിക സമ്പത്ത് പലതും കളഞ്ഞു. പൂർവ്വപിതാക്കന്മാരുടെ കാലത്തുണ്ടായ സമ്പത്ത് പലതും കളഞ്ഞു. ഒന്നും നേടിയില്ല, ഒന്നും കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരുപക്ഷെ നമുക്ക് പൂർവികമായി അങ്ങനെ ഒരു ആത്മീയ സമ്പത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, സാരമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഈ വചനം കേൾക്കാനിടയായില്ലേ? ഒരിക്കലെങ്കിലും വചനം കേൾക്കാനിടയായല്ലോ. ജീവൻ്റെ വചനമല്ലേ കേട്ടത്? ജീവൻ്റെ റൂഹായല്ലേ സംസാരിച്ചത്? വചനം കേട്ടല്ലോ. എന്നാൽ ക്രിസ്തുവിനെ വിട്ടിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ ഒരിടത്തും ജയം കിട്ടുകയില്ല, ഒരിടത്തും. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ക്രിസ്തുവിനെ വിട്ട് ഞാൻ പാവത്തിലേക്ക് പോയി, പക്ഷേ എന്നാലും ഞാൻ പരീക്ഷ പാസ്സായല്ലോ. മോനെ, എല്ലാം താൽക്കാലികം. ഇപ്പോൾ നിനക്ക് എല്ലാം കൊണ്ടും തോന്നുന്നു. ഞാൻ ദൈവാലയത്തിൽ നിന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ഉള്ളിൽ ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായിപ്പോയി. മെരുൾച്ചകളെ അവർ ശൂന്യമായിപ്പോയി. ക്ഷണത്തിൽ ശൂന്യമായി പോകും. തൽക്കാലം തഴച്ചു വളരും, ശരിയാണ്. തൽക്കാലം തഴച്ചു വളർന്നു വരും. തൽക്കാലം കേടൊന്നുമില്ല എന്ന് വരും. പക്ഷേ ശൂന്യമായി പോകും. മെരുൾച്ചകളല്ല, ശേഷം മുടിഞ്ഞു പോയിരിക്കുന്നതാണ് വചനം പറയുന്നത്. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ സങ്കടത്തോടെ പറയുകയാണ്, ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അവരിഷ്ടം പോലെ ജീവിക്കുന്നു, അവർക്കൊരു കേടും വരുന്നില്ല. അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. അവർക്ക് പാപം ചെയ്യാൻ മടിയില്ല. അങ്ങനെയുള്ളവർ അവർ സുഖമായിട്ട് ജീവിക്കുന്നല്ലോ. 73-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കൂ. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഞാൻ ശരിയായിട്ട് നടന്നു വരികയായിരുന്നു, പക്ഷേ കാല് വഴുതിപ്പോയി. എന്നിട്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരും അഹങ്കാരികളും നല്ല സൗഖ്യമായി ജീവിക്കുന്നു, എനിക്ക് അസൂയ തോന്നി. എന്താണിത്? ദൈവമേ, നിന്നെ സ്നേഹിക്കുന്ന എനിക്ക് പല പ്രശ്നങ്ങളും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ദുഷ്ടന്മാരായി ജീവിക്കുന്നവർ, അഹങ്കാരികളായി ജീവിക്കുന്നവർ, അവർക്ക് 4-ാം വാക്യം, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. വേദന ഒട്ടുമില്ല. അവർക്ക് പ്രശ്നം വരുന്നില്ല. രോഗമില്ല, ആപത്തില്ല, കേടില്ല, കെടുതിയില്ല, ക്ഷാമമില്ല, ദുരിതമില്ല, എല്ലാം സുഖം. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. ഒന്നിലും അവർക്ക് പഞ്ഞമില്ല. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. സാധാരണ മനുഷ്യരെ പോലുള്ള കഷ്ടത്തിൽ നിന്ന് അവരാകുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. മാല അണിയുന്നത് പോലെ ഡംഭത്തെ അണിഞ്ഞിരിക്കുകയാണ്. അത്ര അഹങ്കാരികളായി പോയിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. സാധുക്കളെ അവർ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു, ശാസിക്കുന്നു, തർജ്ജനം ചെയ്യുന്നു, ശിക്ഷിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. കണ്ണിൽ അഹങ്കാരം മുറ്റി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. എല്ലാം അഹങ്കാരത്തിന്റെ നിരൂപണങ്ങളാണ്. അതെല്ലാം കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. അവർ ദൈവമക്കളെ പരിഹസിക്കുന്നു, ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു. അവർ നല്ല നെടുമ്പോടെ സംസാരിക്കുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അവരുടെ നാവ് ഈ ഭൂമിയിലെ കാര്യങ്ങളെ ചിന്തിക്ക് പറയുന്നുള്ളൂ. അവര് നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു?
അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇതൊക്കെ ദൈവം കാണുന്നുമില്ല. ഞങ്ങളുടെ അഹംഭാവവും ഞങ്ങളുടെ അഹങ്കാരവും ഒന്നും ദൈവം അറിയുന്നില്ല. അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകും ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അവർക്ക് സ്വസ്ഥതയുള്ളൂ, അവർക്ക് കഷ്ടപ്പാടില്ല, ദുരിതമില്ല. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. കർത്താകാരൻ പറയുക, കർത്താവേ, ഞാൻ കുറ്റമില്ലായ്മയിൽ ജീവിച്ചല്ലോ, കുറ്റം വരാതെ ജീവിച്ചല്ലോ, എൻ്റെ കൈകളെ ഞാൻ ശുദ്ധീകരിച്ചല്ലോ, എൻ്റെ ഹൃദയത്തിൽ പാവമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വ്യർത്ഥമായി പോയല്ലോ, അതുകൊണ്ട് എനിക്കൊരു പുണ്യം കിട്ടിയില്ലല്ലോ. എന്നെ ഈ പാവത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പം വരുന്നില്ല. അവർ സുഖലോലുപരായിട്ട് ജീവിക്കുന്നു. അവർക്കൊരു വേദനയുമില്ല, ഒരു കേടുമില്ല, രോഗവുമില്ല, കഷ്ടപ്പാടുമില്ല. അവരിങ്ങനെ ധാരാളം തടിച്ച് കൊഴിച്ച് ജീവിക്കുന്നു. പിന്നെ ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു. ഇങ്ങനെ ചിന്ത വന്നപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു ബാധ വന്നതുപോലെയായി. എനിക്കൊരു സ്വസ്ഥയില്ലാതായിപ്പോയി. ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. എന്തുകൊണ്ടാണ് ചിലരിങ്ങനെ സുഖലോലുപരായി ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്കൊരു കേടും വരാതിരിക്കുന്നത്? ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടാതെ പോയി. എനിക്ക് ഒരു അസ്വസ്ഥതയായി. അതാണ് ഇത് ഞാൻ ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ഒടുക്കം ഞാനൊരു കാര്യം ചെയ്തു. ദൈവത്തിൻ്റെ മന്ദിരത്തേക്ക് തന്നെ ചെന്നു. ദൈവത്തിൻ്റെ ആലയത്തേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ഈ ഇന്ന് സുഖലോലുപരായി കഴിയുന്നവർ ഇഷ്ടംപോലെ അഹങ്കരിച്ച് പ്രവർത്തിക്കുകയും പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയും തോന്നിവാസം ജീവിക്കുകയും അശുദ്ധിയിൽ വിളയാടി ജീവിക്കുകയും ചെയ്യുന്നവർ, അവരുടെ അന്തം എന്താകും എന്ന് ഞാൻ ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എനിക്കൊരു കാര്യം കർത്താവ് മനസ്സിലാക്കി തന്നു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, തെന്നി പോകുന്ന വഴിയിൽ അവരെ നിർത്തുന്നു. നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു, നാശത്തിലേക്ക് തള്ളിയിടുന്നു. വരാൻ പോകുന്നതാണ്. പിന്നെ എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. കർത്താവേ, നീ ഉണർന്നു വരുമ്പോൾ അവരുടെ രൂപത്തെ നീ തുച്ഛീകരിക്കുകയാണ്. എൻ്റെ കർത്താവേ, നീ നോക്കുമ്പോൾ ഇത്രയും കാലം ഒരു സുഖലോലുപരായി ജീവിച്ചല്ലോ, സന്തോഷമായി പുലർന്നല്ലോ, പക്ഷേ അതേറെക്കാലം നിൽക്കുകയില്ല. നീ നോക്കുമ്പോൾ അവർ ശൂന്യമായിരിക്കുന്നത് കാണുന്നു. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. ഞാനിതെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു മൂഢനായിപ്പോയി. ഞാൻ ഒന്നും അറിയാത്തതിനെ പോലെ ഞാൻ കർത്താവിൻ്റെ അടുക്കലിരുന്നു. നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു, എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. കർത്താവേ, മൃഗത്തെ പോലെ നിന്റെ മുമ്പിൽ ഞാൻ ഇരുന്നു പോയി. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ചില നല്ല ആളുകളെല്ലാം കഷ്ടപ്പെടുന്നു, യാതന അനുഭവിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു. എന്നാൽ ദുഷ്ടന്മാരോ അവർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അവർ സുഖത്തിലും സന്തോഷങ്ങളിൽ ലയിച്ച് ജീവിക്കുന്നു. അവർക്കൊരു കേടുമില്ല, രോഗമില്ല. ഇത് ചിന്തിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. കർത്താവേ, എന്നിട്ടും ഞാൻ പൊട്ടനൊന്നും അറിയാത്തനായിരുന്നു. നിൻ്റെ മുമ്പിൽ ഞാൻ മൃഗം പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ ഇതെല്ലാം ആണെങ്കിലും ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് മാറുന്നില്ല. എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കഷ്ടപ്പാടും ദുരിതവും എല്ലാം എനിക്ക് വന്നിട്ടും നീ എന്നെ കൈവിട്ടില്ല. നിൻ്റെ വലം കൈക്ക് എന്നെ പിടിച്ചിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നെ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 73-ാം സങ്കീർത്തനങ്ങൾ വായിച്ച് ധ്യാനിക്കണം. നിന്റെ ആലയത്തിൽ നീ എന്നെ കാക്കുന്നു. ഞാൻ പൊട്ടനൊന്നും അറിയാത്തതിനെ പോലെ ഇരുന്നവനാണ്, പക്ഷേ എൻ്റെ കർത്താവേ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തുന്നു. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഈ ലോകത്തിലെ ജീവിതം കുറച്ച് യാതനകളും വേദനകളുമാണെങ്കിലും മഹത്വം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് രോഗമുണ്ട്, ഇന്ന് കഷ്ടതയുണ്ട്, ഇന്ന് പട്ടിണിയുണ്ട്, ഇന്ന് അനേകം പ്രശ്നങ്ങളുണ്ട്. ചിലർ എതിർക്കുന്നു, ചിലർ ആക്ഷേപിക്കുന്നു, ചിലർ പരിഹസിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ കർത്താവേ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ്. എനിക്ക് മതി, അത് കർത്താവേ, അത് മതി. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇപ്പോൾ നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്കത് മാത്രം മതി. ഇന്നത്തെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ എനിക്ക് സാരമില്ല. നിൻ്റെ ആലോചന എനിക്ക് തരുന്നു. നിൻ്റെ ആലോചന തരുവാൻ തക്കവണ്ണം നീ എന്നെ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവമെന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും
എൻ്റെ ഓഹരിയുമാകുന്നു. എൻ്റെ മാംസം ക്ഷയിച്ചു പോകുന്നു, എൻ്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു, ചില രോഗങ്ങളെല്ലാം വരുന്നു, പ്രയാസങ്ങൾ എനിക്കുണ്ട്, ഞാൻ വളരെ വിഷമത്തിലിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കർത്താവേ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ദൈവം എൻ്റെ ഷെയറാണ്, ദൈവം എൻ്റെ ഓഹരിയാണ്. ദൈവം തനിക്കുള്ളത് അതിൻ്റെ ഓഹരിക്കാരനായി എന്നെയും കൂടെ ചേർത്തിരിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സ്വർഗീയ സമ്പത്തിൻ്റെ ഓഹരി നീ എനിക്ക് വെച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നീ എണ്ണുന്നു, എല്ലാം നിസ്സാരം. ഇവരുടെ രോഗങ്ങളോ വേദനകളോ അനേകം പ്രതിസന്ധികളോ ഒന്നും എന്നെ അലട്ടുന്നില്ല. കർത്താവേ, ഞാനൊരു കാര്യം മനസ്സിലാക്കി, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിലേക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. അതാണ് എൻ്റെ ഉറപ്പ്. ദൈവം എന്നേക്കും എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഞാൻ ഉറപ്പുള്ള പാറയിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ബലമുള്ള കൊമ്പിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഗോകുൽത്തായിൽ വിരിച്ച ആ കൊമ്പിൽ, കാൽവരി ക്രൂശിൻ്റെ കൊമ്പിൽ, ആ ഒരു ഇതളിൽ ഞാനിതാ പിടിച്ചിരിക്കുകയാണ്. ആരോ ശിഖരത്തിൽ ഞാൻ പിടിച്ചിരിക്കുകയാണ്. ഇളകാത്ത പാറ, ഒടിയാത്ത കൊമ്പ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ പേരുവംശവും ശുഭ്രമായി ഉദയനക്ഷത്രമായവൻ. ദൈവത്തിന് സ്തോത്രം. ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമായവൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം, ആ ദൈവം എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. എനിക്ക് നല്ല ഉറപ്പ് കിട്ടി. ഞാനിപ്പോൾ മറ്റൊരു മനുഷ്യരേക്ക് നോക്കുന്നില്ല, അവർ സുഖമായി ജീവിക്കുന്നില്ലയോ ഞാൻ നോക്കുന്നില്ല, അവർ ദുഷ്ടന്മാരാണോ നല്ലവരാണോ ഞാൻ നോക്കുന്നില്ല. എനിക്കൊന്നറിയാം, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ പരവേശപ്പെടേണ്ട കാര്യമില്ല, എൻ്റെ മനസ്സിൽ ഞാൻ ആകുലപ്പെടേണ്ട കാര്യമില്ല, മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല, അവർ സുഖമായിരിക്കുന്നത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഒന്ന് മാത്രം നോക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിൻ്റെ ആലോചനയാ നീ എന്നെ നടത്തും. നിതാ ദൈവം എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. ഒരു കാര്യം മനസ്സിലായി, ഇന്ന് നിന്നെ അകന്നിരിക്കുന്നവർ, നിന്നെ സ്നേഹിക്കാതിരിക്കുന്നവർ, ഇന്ന് നിൻ്റെ വഴിയിലേക്ക് വരാതിരിക്കുന്നവർ, നിന്നെ അകന്നിരിക്കുന്നവർ നശിച്ചു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് ഭാവി ഏറ്റവും അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. കർത്താവേ, നിൻ്റെ ഒരു സമയം വരുമ്പോൾ എല്ലാവരെയും നീ സംഹരിക്കും. ഇന്ന് ദൈവബോധമില്ലാതെ ദൈവത്തിനെതിരായി ജീവിക്കുന്നവരും സുഖമായി ജീവിക്കുന്നു. അവർ ഒന്നിനൊന്ന് വർധനവ് പ്രാപിക്കുന്നു, പുരോഗതി പ്രാപിക്കുന്നു, അഭിവൃദ്ധി പ്രാപിക്കുന്നു. പക്ഷേ എൻ്റെ കർത്താവേ, എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവമേ, നീ അവരെ സംഹരിക്കും, അവർ നശിച്ചു പോകും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അവസാനം കൺക്ലൂഷനിലേക്ക് വന്നു, തീരുമാനത്തിലേക്ക് വന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ മതിയല്ലോ. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആരെല്ലാം എങ്ങനെ ജീവിക്കുന്നു ഞാൻ നോക്കേണ്ട കാര്യമില്ല. അവർ സുഖമായി ജീവിക്കുന്നു, അത് ദൈവം നോക്കേണ്ട കാര്യമാണ്. പക്ഷേ ദൈവം എനിക്ക് പറഞ്ഞു തന്നു, അവർ നിശ്ചയമായി നീ അവരെ ഒഴിവൊഴുപ്പിൽ നിർത്തുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായിപ്പോയി, മേൽവീഴ്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. എല്ലാം മുടിഞ്ഞു പോകും. എൻ്റെ കർത്താവേ, എന്നാൽ നിൻ്റെ സന്നിധിയിൽ ഞാൻ തലയെടുപ്പോടെ നിൽക്കും. 1-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. എന്താണ് അതിൻ്റെ കാരണം? അത് വളരെ ഗൗരവമൊരു വാക്യമാണ്. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ നിവർന്നു നിൽക്കില്ല. ന്യായവിസ്താരമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, എല്ലാം കണക്ക് തീർക്കുന്നൊരു നാളുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്കിതൊന്നും മനസ്സിലാവുകയില്ല. എല്ലാം കണക്ക് തീർക്കുന്നൊരു നാളുണ്ട്. അത് എത്രയും വേഗമാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവായ യേശു 2ാമത്തെ വരവിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം കഴിഞ്ഞാൽ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി സ്ഥാനത്തിൽ ദുഷ്ടന്മാർ നിവർന്നു നിൽക്കുകയില്ല. അവർ താഴ്ടിയായി വീണുപോകും. അവർ ദൈവകോപത്തിയിൽ വെന്തുപോകും. അവർ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവർ നിവർന്നു നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിൽ അവർ നിവർന്നു നിൽക്കുകയില്ല, അവർ ഉയർത്തെഴുന്നേൽക്കുകയില്ല. നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സമൂഹത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുകയില്ല. ഇന്ന് തൽക്കാലം സുഖമാണ്, തൽക്കാലം ഇന്ന് രസമാണ്, ഇന്ന് തൽക്കാലം ധാരാളം സമ്പത്തുണ്ട്, ഇന്ന് എല്ലാവരും കൂടെ നടക്കുന്നുണ്ട്, എല്ലാവരും നമുക്ക് ഒത്താശ തരുന്നുണ്ട്. ശരി, പക്ഷേ ഇതെല്ലാം മാറിപ്പോകും. ദൈവത്തെ ഇന്ന് കിട്ടിയില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ ഇന്ന് രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ, അവസാനം കർത്താവിൻ്റെ 2ാമത്തെ വരവിനോട് ബന്ധപ്പെട്ട ആ ഉയർത്തെഴുന്നേൽപ്പിൽ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ ഈ ദോഷികളായ അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല. നീതിമാന്മാരുടെ സഭയിൽ അവർ നിവർന്നു നിൽക്കുകയില്ല. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നിലയിൽ അവർക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ ഒരു ഭയമാണ് സുവിശേഷയുടെ അടിസ്ഥാനം. എൻ്റെ കർത്താവേ, അനേകരുണ്ട് ഞങ്ങളുടെ ദേശത്ത്, അനേകരുണ്ട് വിവിധ സഭകളിൽ.
എൻ്റെ കർത്താവേ, അനേക ക്രിസ്ത്യാനികൾ എന്ന പേരുള്ളവരുണ്ട്, എന്നാൽ നിർഭാഗ്യം എൻ്റെ കർത്താവേ, ആരും ദൈവത്തിന് വചനം അറിയുന്നില്ല, ആരും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒരു ന്യായവിധി ഉണ്ടായെന്ന് ഓർക്കുന്നില്ല, കണക്ക് തീർക്കുന്നൊരു നാളുണ്ടായെന്ന് ഓർക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു അറിവുമില്ല. പാവപ്പെട്ടവർ വചനം കേൾക്കാൻ വരും, പള്ളിയിൽ പോകും, അവർ അതിനുശേഷം അവിടെ നിന്ന് പോരും, ഒന്നും എന്താ കേട്ടതെന്നോ എന്താ പറഞ്ഞതെന്നോ എന്താ പ്രാർത്ഥിച്ചതെന്നോ ഒരു ഓർമ്മയുമില്ല. എല്ലാവരും ചടങ്ങ് പോലെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? ചടങ്ങ് പോലെ, ഒരു അനുഷ്ഠാനം, ഒരു ആചാരം. ഞായറാഴ്ച പള്ളിയിൽ പോവുക ഒരാചാരമാണ്, ഒരനുഷ്ഠാനമാണ്. എന്നാൽ എന്താണ് പള്ളിയിലെ ആരാധനയുടെ അർത്ഥം എന്താണ്? കുർബാനയുടെ ആശയം എന്താണ്? കുർബാനയുടെ അകത്തെ ഉൾപ്പൊരുൾ എന്താണ്? അതൊന്നും ചിന്തിക്കുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിലും ഇല്ലതാനും പ്രിയപ്പെട്ടവരെ. എന്നാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ അവൻ്റെ വായടച്ചു കളയും. അതൊന്നും ഇവിടെ ഞങ്ങളുടെ അടുക്കൽ വേണ്ട എന്ന് പറയും. ഈ കൂട്ടായ്മയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, എന്നാൽ നാം ഒരിക്കലും നാവടക്കാതെ നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണത്? ഒരു ന്യായവിധിയുണ്ട്, എല്ലാം കണക്ക് തീർക്കുന്നൊരു നാളുണ്ട്. അന്ന് ന്യായവിസ്താര സഭയിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുകയില്ല. വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന പുനരുദ്ധാനത്തിൽ എല്ലാവരും ചേർന്ന് നിൽക്കുകയില്ല. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന പുനരുദ്ധാനമുണ്ട്. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് ഒന്നാമത്തെ പുനരുദ്ധാനമാണ്. അതിൽ പാവികൾ നിൽക്കുകയില്ല. ഈ ഭൂമിയിൽ യേശുവിനെ കിട്ടാത്തവർ അവിടെ കൂടെ വന്ന് നിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് തന്നെ ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ആദ്യകാലത്ത് തന്നെ 17, 18, 19 വയസ്സ് പ്രായത്തിൽ തന്നെ വചനം വായിക്കുകയും ഇതെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഭാഗ്യം. അതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ള എരിവുണ്ടായി. ദൈവത്തിൻ്റെ വേല ചെയ്യണം. ഈ അറിയാൻ വഴിയാത്ത ആളുകളുടെ അടുക്കൽ പോയി പറയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അടങ്ങിയിരിക്കരുത്. വിട്ടുപോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചോക്കുന്നവരെ നിങ്ങൾ മൗനമായിരിക്കരുത്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. യഹോവയുടെ ഉപകരണം ചുമക്കാനായി നിങ്ങൾ വരണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ വരണം. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയരുത്. കർത്താവ് എട്ടും പൊട്ടും തിരിയാത്ത 30 തൊഴിലാളികളെ കൊണ്ടാണ് തൻ്റെ സഭയിൽ അത്ഭുതം പ്രവർത്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവ് ഉപയോഗിച്ചത് ഈ വിദ്യാഭ്യാസമില്ലാത്ത സാധുക്കളായ 30 തൊഴിലാളികളെയാണ്, വിദ്യാഭ്യാസമുള്ളവരെയല്ല. സ്നേഹിതരെ, നിങ്ങൾ എഴുന്നേറ്റ് വരൂ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് വരൂ. ദൈവത്തിന് സ്തോത്രം. ഒരു ന്യായവിധി ഉണ്ടായെന്ന് വിളിച്ച് പറയൂ. ന്യായവിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം അവിടെ നിൽക്കേണ്ടി വരും. അന്ന് ദുഷ്ടന്മാർ നീതിമാന്മാർ വേർതിരിഞ്ഞ് നിൽക്കും. നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കണമെങ്കിൽ ഇന്ന് ക്രിസ്തു രക്ഷകൻ കർത്താവായി സ്വീകരിക്കണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറയുന്നതിന് ഉദ്ദേശമേ ഉള്ളൂ. അനേകർ കണ്ണുകാഴ്ചയില്ലാത്തവരെ പോലെ നാശത്തിലേക്ക് പോകുന്നു. അനേകർ ദൈവവിശ്വാസമില്ലാതെ നാശത്തിലേക്ക് പോകുന്നു. അനേകർ യേശു ക്രിസ്തു രക്ഷകനായി സ്വീകരിക്കാതെ നാശത്തിലേക്ക് പോകുന്നു. എൻ്റെ കർത്താവേ, ഇവരെ നീ സ്നേഹിക്കുന്നല്ലോ. ഇവരെല്ലാം നിൻ്റെ സൃഷ്ടിയാണല്ലോ. ഇവർക്ക് വേണ്ടിയും കൂടിയാണല്ലോ നീ കുരിശിൽ മരിച്ചത്. എനിക്ക് ദാഹിക്കുന്നതെന്ന് അവിടുന്ന് കുരിശിൽ കിടന്ന് പറഞ്ഞത് ഇവർക്ക് വേണ്ടിയും കൂടിയാണല്ലോ. ഈ ഇവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയാണല്ലോ നീ ദാഹിച്ചത്. കർത്താവേ, നിൻ്റെ ദാഹം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഓടാം. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ദാഹം ഉൾക്കൊണ്ട് ഞാൻ ഓടാം. എനിക്ക് നീ ആയുസ് തരുന്നിടത്തോളം ഞാൻ ഓടാം. എനിക്ക് നീ ബലം തരുവോളം ഞാൻ ഓടാം. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇതാ വേർതിച്ചു വയ്ക്കുന്നു. എൻ്റെ ഭാവി എന്നെ സ്വന്തം കാര്യമില്ല, സ്വന്തമായി വഴിയില്ല, സ്വന്തമായി താല്പര്യമില്ല, സ്വന്തമായി ഇഷ്ടമില്ല, സ്വന്തമായി പദ്ധതികളൊന്നുമില്ല. ആകെയുള്ളത് യേശുവേ, നീയും നിൻ്റെ പദ്ധതികളും മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? പറ്റുമോ നിങ്ങൾക്ക്? കർത്താവേ, ഇനി ഞാനില്ല, എൻ്റെ യേശു മാത്രം. കർത്താവേ, ഇനി എൻ്റെ നാവ് യേശുവിൻ്റെ നാവ്, ഇനി എൻ്റെ കൈകൾ യേശുവിൻ്റെ കൈകൾ, യേശുവേ ഇനി എൻ്റെ കാലുകൾ യേശുവിൻ്റെ കാലുകൾ. കർത്താവേ, ഈ കാലുകൾ ഒരു ഭവനത്തിൽ ചെന്ന് കാലുകുത്തുമ്പോൾ ആ ഭവനത്തിൽ ആശ്വാസം വരും. കർത്താവിന് സ്തോത്രം. കർത്താവേ, ഈ കൈകൾ എവിടെയെങ്കിലും ചെന്ന് തൊടുമ്പോൾ അവിടെ ആശ്വാസവും അവിടെ സമാധാനവും വരും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നീയാണ് തൊടുന്നത്, നീയാണ് അവിടെ ചവിട്ടിക്കയറുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നാവ് ശബ്ദിക്കുമ്പോൾ യേശു ശബ്ദമാണ് മുഴങ്ങുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമർപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വേണമോ നിങ്ങൾക്ക് യേശുവിനെ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നിങ്ങൾക്ക് വേണമോ എന്നാണ് ചോദിക്കുന്നത്. യേശുവിനെ നിങ്ങൾ വെറുതെ വിടല്ലേ എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ പിന്നാലെ നിങ്ങൾ പോകാൻ ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് യേശുവിനെ പറഞ്ഞു വിടല്ലേ. യേശുവിനെ നിങ്ങൾ എതിരേൽപ്പാൻ ഒരുങ്ങുക. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. പ്രിയപ്പെട്ടവർ, യേശു വീണ്ടും വരാറായി. അവൻ വരുമ്പോൾ നമ്മെ ചേർക്കാൻ തക്കവണ്ണം ഇന്ന് ഒരുങ്ങണം. ഇന്ന് വിശുദ്ധരായി തീരണം, വിശുദ്ധ ജനമായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ജനമായി നിന്നുകൊണ്ട് യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തണം. നാം ഓരോരുത്തരും യേശുവിൻ്റെ വരവിനെ വേഗത്തിലായി വരുവാൻ തക്കവണ്ണം നാം ഇന്ന് നമ്മെ തന്നെ ഒരുക്കുകയും അനേകരെ ഒരുക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങൾ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
യേശു ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹൃദയം കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. നമ്മെ ഈ നോക്കുള്ളതിനെ യേശുവിന് കൊടുക്കാം. സ്തോത്രം. നമ്മെ ഈ നോക്കുള്ളതിനെയും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് നമുക്കുള്ളത്? എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഒരണു പോലും ബാക്കിയില്ലാതെ യേശുനാഥ നിൻ്റെ കൈകളിലേക്ക് ഇതാ തരുന്നു. യേശുവേ നിൻ്റെ പാദപീഠത്തിൽ ഇതാ അടിയറ വയ്ക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശുവേ നിനക്കായി ഞാൻ എന്നെ തന്നെ വേർതിരിക്കുന്നു. എൻ്റെ യേശുവേ എനിക്ക് സ്വന്തം ഭാവിയില്ല കർത്താവേ, നീ ആയുസ് നീട്ടി തന്നതല്ലേ, അതുകൊണ്ട് ഇനിയുള്ള ആയുസിൻ്റെ ഓരോ നിമിഷവും നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? വാസ്തവമായി ഇന്ന് യേശുവിൻ്റെ വകയായി തീരുമെന്നും ദുഷ്ടനായ പൈശാചിനോട് യാത്ര പറഞ്ഞ് വിശുദ്ധ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു വ്യക്തമായി ഉറപ്പ് നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ ഇരുകരവും ഉയർത്തുവീൻ, ദൈവത്തെ നിങ്ങൾ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളോട് അവിടുന്ന് ഹൃദ്യമായി ഇടപെടുന്നതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തിൽ അവിടുന്ന് ഉണർവ് പകർന്നതിനായി സ്തോത്രം. അനേകരുടെ മേൽ ജീവൻ പകർന്നതിനായി സ്തോത്രം. അനേകരുടെ ഉറക്കം മാറുവാൻ അവിടുന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും കർത്താവെ കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിക്കണമേ. രോഗങ്ങൾ മാറ്റണമേ, ബാധകൾ നീക്കണമേ, ശാപങ്ങൾ പൊട്ടിച്ചു കളയണമേ. യേശുവേ, ഈ മക്കളെ എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. 12ാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ ഈ മക്കളെ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.